പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പച്ചത്തുരുത്ത് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വീഡിയോ ഇട്ട് ഒരുപാട് കാലങ്ങളായി, ഏകദേശം ഒരു വർഷത്തിന് മേലെയായി. ഒരു വർഷത്തിന് മേലെയെങ്കിൽ അപ്പോൾ തന്നെ ഒരു വീഡിയോ എങ്ങാണ്ടാണ് ഇടയ്ക്കിട്ട്, എനിക്കതിന് പറ്റിയില്ല. അതിന് എൻ്റേതായ കാരണങ്ങളുണ്ട്, ക്ഷമിക്കണം. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ചെറിയ എൻ്റെ കൃഷി കാഴ്ചകളുമായിട്ടാണ് കേട്ടോ. എനിക്ക് ചേനയും ചേമ്പ്, കാച്ചിൽ, ചെറുവള്ളിക്കിഴങ്ങ്, പിന്നെ പപ്പായ, വഴുതന, അങ്ങനെ ചെറിയ പച്ചക്കറികളും അങ്ങനെ ചെറിയ ചെറിയ കൃഷികളെ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. കാരണം അപ്പം അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 2-3 മാസത്തിനടുത്തായിട്ടുള്ള ചേന കൃഷിയാണ് കേട്ടോ. ഇത് കുംഭം മീന മാസത്തിലാണ് ഇവിടെയൊക്കെ എല്ലാവരും ചേനയും ചേമ്പും കാച്ചിലും അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൃഷി ചെയ്യുന്നത്. അത് കുഴിയെടുത്ത് ഇട്ടിരുന്നിട്ട് ഇത്തിരി ഡോളമേറ്റോ കുമ്മായോ ഏതെങ്കിലും ഒന്ന് ഇട്ടേം വെച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം അടിസ്ഥാന വളമായിട്ട് ചാണകപ്പൊടിയോ എല്ലുപൊടി, പിന്നെ വേപ്പ് മുണ്ണാക്ക്, എല്ലുപൊടി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട്, എന്തെങ്കിലും 1-2 എണ്ണം ചേർത്തിട്ട് നടുകയാണ് ചെയ്യുന്നത്. അത് ആദ്യത്തെ മഴയോടുകൂടി തന്നെ കിളിച്ച് വരും. ഈ സമയമാകുമ്പോഴത്തേക്ക് അതിനെല്ലാത്തിനും യൂറിയോ, പൊട്ടാഷോ അങ്ങനെ എന്തെങ്കിലും വളം കൊടുത്ത്, ജൈവവളമാണെങ്കിലും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാട്ടം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കാം കേട്ടോ. ചേർത്ത് ഒന്ന് ചിക്കിയും കൂടി ഇടുന്നതാണ് പതിവ്. പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്നുകൂടി ഒന്ന് തോലൊക്കെ വയ്ക്കും. തോല് വയ്ക്കും. ഇതിന് നല്ല പച്ചിലത്തോല് ശരിക്കും കൊടുക്കാറുണ്ട്. ഇനി ഇടയ്ക്ക് മഴയൊക്കെ മാറുമ്പോൾ ഒന്നുകൂടി പച്ചിലത്തോല് വട്ടയിലയോ വാഴച്ചപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോലുകളും വെട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് മണ്ണടിപ്പിച്ച് കൊടുക്കും കേട്ടോ. അല്ലാതെ ഭയങ്കര കാര്യമായ വളപ്രയോഗങ്ങളൊന്നും ചെയ്യാറില്ല. എന്നാലും 3-4 കിലോ എങ്കിലും മിനിമം ഒരു 4-5 കിലോ എങ്കിലുമൊക്കെ ഒരു ചോട്ടിൽ നിന്ന് ചേന കിട്ടാറുണ്ട്. ചേമ്പും അതുപോലെ തന്നെ. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഴി എടുക്കുമ്പോൾ ചേമ്പിനും ചേനയ്ക്കും ഒന്നും വലിയ ആഴത്തിൽ കുഴി എടുക്കേണ്ടതില്ല. കാരണം അത് ചേന തന്നെ നല്ല റൗണ്ടിലാണ് വളരുന്നത്. അല്ലാതെ താഴോട്ട് അങ്ങനെ താന്ന് കുഴിഞ്ഞിറങ്ങി പോണ കിഴങ്ങ് വർഗ്ഗമല്ല ചേന. ചേമ്പും അതുപോലെ ചേനയുടെ ചുവട്ടിൽ നിന്ന് 4 വശത്തോട്ടുമാണ് വിത്തുകൾ പോകുന്നത്. അതുകൊണ്ട് ചേമ്പിനും വലിയ ആഴത്തിലുള്ള കുഴി വേണ്ട, വിസ്താരമുള്ള കുഴി മതി. നടുമ്പം കൂടെ നല്ലപോലെ പച്ചിലത്തോലൊക്കെ ചേർത്താണ് നടുന്നതെങ്കിൽ നല്ല വിളവും ഉണ്ടാവും. ഈ പറഞ്ഞ കണക്ക് കുംഭം മീന മാസത്തിൽ നട്ടിട്ട് മഴ തുടങ്ങുമ്പോഴത്തേക്ക് വളമിട്ട് ചിക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ് നമ്മളെയൊക്കെ ചേമ്പും ചേനയും കൃഷി. പക്ഷേ കാച്ചിലിന് കുറച്ചുകൂടെ ആഴത്തിൽ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ നല്ലോണം കരിയിലിട്ടാണ് സത്യം പറഞ്ഞാൽ കാച്ചിലിൻ്റെ കുഴി മുക്കാലും മൂടുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേറെ രീതിയിലുള്ളൊരു കമൻറ്റൊക്കെ ചെയ്യണേ. അതെൻ്റെ ഒരു വെറ്റ കൃഷിയാണ്. ഇപ്പോൾ അതൊന്നും നോക്കാതിട്ടേക്കണതിന് കാര്യമെന്ന് വെച്ചാൽ, നല്ലപോലെ വെറ്റില പടർന്നു നിന്നത് വെള്ള വെറ്റയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ കൂടെ തുളസി വെറ്റയാണ് കൂടുതലായിട്ട്. തനിയെ അത് നമ്മൾ നട്ടതൊന്നും അല്ല, അത് എങ്ങനെയാണ് പിടിച്ചതെന്ന് നമുക്കറിയത്തുമില്ല. അപ്പോൾ വെള്ള വെറ്റയുടെ വള്ളി എവിടെ മാറ്റി നട്ടാലും അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ അത് തുളസി വെറ്റയായിട്ട് വലിയ കറുത്ത വെറ്റില വരുന്ന ആ വെറ്റയായിട്ട് മാറുന്ന കേട്ടോ. അതെന്തൊരു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഞാൻ ഇട്ടേക്കാണേ. ഇത് ഞങ്ങൾ നനകിഴങ്ങാണ്. ഈ നിൽക്കുന്ന എൻ്റെ 3-4 വർഷം പഴക്കമുള്ളൊരു കത്തിരി തൈയാണ്. 4 വർഷത്തിന് മേലെയായി. ഞാൻ ഇത് ഇനിയിപ്പോൾ മഴ കഴിയുമ്പോൾ, ഇപ്പോൾ എനിക്ക് ശരിക്കും കായ്ക്കഴിഞ്ഞ് പൂവും കായും ഒക്കെ ഓണ സമയമൊക്കെ ആകുമ്പോൾ ശരിക്കും കിട്ടും. അത് കഴിയുമ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് നിർത്തും. ഇതിനെ എല്ലാത്തിനെയും കട്ട് ചെയ്ത് നിർത്തുമ്പം പുതിയ മണ്ടകൾ അതിൽ നിന്ന് പുതിയ കിളിർപ്പുണ്ടായിട്ട് നിറച്ച് കാ പിടിക്കും. അങ്ങനെ വർഷങ്ങൾ നിൽക്കും. ഇതിനൊന്നും കേടൊന്നും വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ഒരു കത്തിരിയൊക്കെ നമ്മൾ നട്ടാൽ കുറേ നാളങ്ങ് നിന്നോളും. ഇതെൻ്റെ ചുവന്ന അഗസ്തി തൈയാണ്. ഇതിങ്ങനെ ആകാശം മുട്ട പോയി ഞാൻ കുറേ പ്രാവശ്യം ഒടിച്ച് കളഞ്ഞതാണ്. വീണ്ടും അത് മേലോട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ തോട്ടം വെച്ചാണ് എൻ്റെ അഗസ്തിപ്പൂ പിച്ചി എടുക്കുന്നത്. ഇതൊരു തൈത്തെങ്ങ് ചെല്ലിയൊക്കെ കൊത്തിയാണ്. ചെല്ലി കൊത്തിയത് ഈ ഭാഗത്ത് വെച്ചായിരുന്നു. അത് ഞാൻ കൊത്തരിവാൾ വെച്ച് ചെല്ലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും മണ്ട വരുന്നുണ്ട്. നേരായി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതെൻ്റെ ഒരു 6 മാസമായ റെഡ് ലേഡി പപ്പായയാണ് കേട്ടോ. അതിലും ഇപ്പോൾ കാ പിടിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ അത് നട്ടപ്പോഴും ഞാൻ നല്ലോണം ചാണകപ്പൊടിയൊക്കെ ചേർത്ത് ഇളക്കി നട്ടിട്ട്, പിന്നെ അതിൻ്റെ ചുവട്ടിൽ കണ്ടില്ലേ തോലിട്ടാണ് മൂടുന്നത്. തോലിട്ട് അതുപോലെ തന്നെ ചാണകപ്പൊടിയും എല്ലാം കൂടെയൊക്കെ ചേർത്തങ്ങ് മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാതെ അതിൻ്റെ കൂന താഴത്തെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് മേപ്പോട്ട് കയറ്റിയിട്ടിട്ടുണ്ട് മണ്ണ്. അത്രയേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വെള്ളം അധികം കെട്ടി നിൽക്കാതിരുന്നാൽ മതി. വേറെ പ്രശ്നമൊന്നും തന്നെ ഇതിനില്ല. ഇതെല്ലാം ചേന കൃഷികളാണ്. ഇതെൻ്റെ ഒരു മൂട് പച്ചമുളകാണ്. ഇത് നാടൻ ഉണ്ടമുളക്. ഇത് മേളിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെയിലത്താണ് നിന്നത് കേട്ടോ. വെയിലത്ത് നിന്നപ്പോൾ ഇതൊരു കണക്കിൽ നല്ല മുളക് ഉണ്ടാവുന്നുമില്ല. എൻ്റെ ഇലയൊക്കെ ഒരുമാതിരി കുരുടിച്ച് പോയിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ ഒരാളാണ് പറഞ്ഞ് ഒത്തിരി ചോല കിട്ടുന്നിടത്തോട്ട് വെച്ച് നോക്കാൻ. അങ്ങനെ ഞാൻ നേരെ എടുത്ത് ഈ ചേനയുടെ മൂട്ടിൽ കൊണ്ടുവച്ചേ. ഇപ്പോൾ അതിൽ നിറച്ച് മുളക് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, പച്ചമുളക് കൃഷിക്ക് നേരിട്ടുള്ള വെയിലൊന്നും വേണ്ട. ചെറിയ ചോലയിലും പച്ചമുളക് പിടിക്കും. ചെറിയ ചോലയിലാണ് നന്നായിട്ട് പിടിക്കുന്നത്. അതിനും പുളിപ്പിച്ച കഞ്ഞിവെള്ളം തലേന്നത്തെ കഞ്ഞിവെള്ളത്തിലെത്തി ചാമ്പലൊക്കെ ചേർത്താണ് ഞാൻ ഈ പപ്പായയ്ക്കായാലും ഈ പച്ചമുളകിനും
അങ്ങനെ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുന്ന കത്തിരിക്കയൊക്കെ കേട്ടോ. അതിനൊക്കെ നല്ലൊരു വളമാണ്. എൻ്റെ ഈ നിൽക്കുന്ന വാഴയ്ക്ക് പോലും ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ പാളയംകുടം വാഴയിലൊന്നും പിന്നെ കന്നുകൾ നമ്മളെപ്പോഴും ഒന്നും പിരിച്ച് മാറ്റാറൊന്നുമില്ല. അത് ആദ്യം കുറേ കന്ന് വരികയാണെങ്കിൽ നമ്മട്ടിക്ക് ഇടിച്ചു കൊടുക്കും. ഇടിച്ച് താത്ത് വയ്ക്കുമ്പോൾ അത് പിന്നെ പെട്ടെന്ന് കിളിച്ച് കയറി വരത്തില്ല. നല്ല കന്നുകളൊക്കെ 1-2 നിർത്തും. ഒരു ചുവട്ടിൽ തന്നെ അങ്ങ് നിർത്തുന്നതാണ് പതിവ്. അപ്പോൾ തൽക്കാലം കൊച്ചു കൊച്ചു കൃഷിക്കാഴ്ചകളുടെ കുറച്ച് ഭാഗമാണ് നിങ്ങളെ കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ വന്നത്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റും ചെയ്യണം. ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം.